1935 നവംബർ 13 ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പൻ്റെ പേര് കുര്യപ്പൻ എന്നായിരുന്നു. അമ്മയുടെ പേര് പ്ലമേന. രണ്ടുപേരും മരിച്ചു. 1959 നവംബർ 23 വിവാഹം നടന്നത്. അവിട്ടത്തൂർ പട്ടത്ത് ചാക്കുണ്ണി മകൾ ആനിയാണ് ഭാര്യ. ടീച്ചറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പേരാമ്പ്ര സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളിലെ അധ്യാപകരായിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ 2 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. മന്ത്രിയായിരിക്കുമ്പോൾ ഒരേ സ്കൂളിൽ നിന്ന് ഒരേ ദിവസം ഭാര്യയും ഭർത്താവും റിട്ടയർ ചെയ്യുക എന്നത് അപൂർവ സംഭവമാണ്. എൻ്റെ മക്കൾ, മൂത്ത മകൻ സ്റ്റീഫൻ, 2 പെൺകുട്ടികളാണ്, ഷീല, ഷെർലി. വിവാഹം കഴിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. വിമോചന സമരത്തിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 1963 പഞ്ചായത്ത് മെമ്പറായി. 1977 മുതൽ തുടർച്ചയായി 6 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് 25 കൊല്ലത്തോളം MLA ആയി, 2 തവണ മന്ത്രിയുമായി. ഈ കാലഘട്ടത്തിലൊക്കെ ഭാര്യയുടെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ പ്രചോദനവും പ്രേരണയും ഉത്തേജനവും പ്രദാനം ചെയ്തിട്ടുള്ളത് എൻ്റെ കുടുംബ അന്തരീക്ഷമാണ്. വീട്ടിൽ ആർക്കും രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യും എന്നല്ലാതെ സജീവ രാഷ്ട്രീയം മക്കൾക്കൊന്നും ഇല്ല. മൂത്ത മകൻ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയാണ്. ഭാര്യ ലിസി തലൂർ ദീപ്തി ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഇക്കാലത്തെ പോലെ TV ചാനലുകൾ അക്കാലത്തുണ്ടായിരുന്നില്ല. അക്കാലത്തൊക്കെ നാടകാഭിനയമായിരുന്നു പ്രധാനം. ഞാൻ 28ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. MLA ആയതിനു ശേഷവും നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അശ്വത്ഥാമാവ് എന്നാണ് ആ സിനിമയുടെ പേര്. പക്ഷെ നിങ്ങളാരും അത് കണ്ടു കാണില്ല. കാരണം അത് നിരവധി അവാർഡുകൾ നേടിയ ഒരു പടമാണ്. അതിൽ സെക്സില്ല, സ്റ്റണ്ടില്ല, കുളിയില്ല, ഡാൻസില്ല, പാട്ടുമില്ല. 3 മണിക്കൂർ നീണ്ട പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഞാനും അത് പൂർണ്ണമായി കണ്ടിട്ടില്ല. പിന്നെ KPSC ലളിതയോടൊപ്പം ഒരു ടെലിഫിലിമിലും അഭിനയിച്ചിട്ടുണ്ട്. നാരായണീയം എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ധാരാളം TV, റേഡിയോ പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. കലാ, സാഹിത്യ, കായിക രംഗങ്ങളിലൊക്കെ കഴിവിനനുസരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. കൂടുതലും നാടകങ്ങളാണ്. പിന്നെ സിനിമ കാണുന്നതിലാണ് കൂടുതൽ താല്പര്യം. ഔട്ടത്തൂർ സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടേക്ക് വരുന്നത്. വരുമ്പോൾ രാത്രി 1 മണി 2 മണിക്ക് ശേഷം ആൾ വീട്ടിലെത്താറുള്ളൂ. അന്ന് നാടകങ്ങളിൽ അഭിനയിക്കലാണ് വലിയ പ്രധാനം. ഭാര്യയുണ്ടോ, അമ്മയുണ്ടോ, മക്കളുണ്ടോ എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി 1 മണി 2 മണി വന്നതിന് ശേഷം ഭക്ഷണം കൊടുത്ത് കിടന്നുറങ്ങും. 65 ഞങ്ങളുടെ അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പേരാമ്പ്ര സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവന്നു. അന്നും രാഷ്ട്രീയമാണ്. വീട്ടിൽ വരുമ്പോൾ 1 മണി 2 മണി, വീടുണ്ടോ, കുടിയുണ്ടോ, മക്കളുണ്ടോ എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നില്ല. അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഞാനാണ്. MLA ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും ഇരിഞ്ഞാലക്കുട രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 12 മണി ആവും വീട്ടിൽ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ ഞാൻ എന്നും വഴക്ക് പറയാറുണ്ട്, വീടില്ല, കുടിയില്ല, എന്നും ഇരിഞ്ഞാലക്കുടയാണെന്ന്. അത് കഴിഞ്ഞ് 87 കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടന്ന്, അത് കഴിഞ്ഞ് പര്യടനത്തിന് പോയപ്പോൾ ഞാൻ കൂടെ പോയി. അന്നാണ് ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരുടെ സ്നേഹം കണ്ടത്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മേലാൽ ആൾ രാഷ്ട്രീയത്തിൽ പോകുന്നതിന് ഞാൻ ഒരു വഴക്കും പറയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ജീവിതം അങ്ങോട്ട് ജീവിച്ചു അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ തോന്നണത് ഇനിയിപ്പോൾ ഡൽഹിയിലെ തണുപ്പ് വെള്ളമാണ് ഒരു കഷ്ടകാലം. തണുപ്പ്, ചൂട്, അങ്ങനെ കൂടെ പോകണം. അവിടെ ഭക്ഷണം പാകാക്കി കൊടുക്കണം, അതിന് വേണ്ട മരുന്ന് കൊടുക്കണം. ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ്.
അപ്പം മരുന്ന് കൊടുക്കണം, ശുശ്രൂഷിക്കണം. അതിപ്പോൾ എൻ്റെ ചുമതലയായിട്ട് തീർന്നിരിക്കുക. അങ്ങനെ ഞങ്ങളെ ശുശ്രൂഷിച്ച് അവസാനം വരെ അങ്ങനെ നടക്കാമെന്ന് പ്ലാൻ ഇട്ടിരിക്കുക. എൻ്റെ മനസ്സുകൊണ്ട് സമ്മതം മൂളിയത് 87 ആ സംഭവം ഇരിഞ്ഞാലക്കുടത്തെ ജനങ്ങളുടെ പ്രീതിയും സ്നേഹവും അവർ മാഷ ഒന്ന് തൊട്ടോട്ടെ എന്നുള്ള ഒരു സമൃദ്ധി അവറ്റങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനി മേലാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് ഞാനൊരു തടസ്സവും ചെയ്യില്ല എന്ന്. ഇപ്പോൾ വയസ്സ് 70ആയി, ഇനി മതി എന്നുള്ള തീരുമാനത്തിൽ ഇരിക്കാൻ ഞാൻ. സമ്മതിക്കുക എന്തോന്നും അറിയില്ല. പേരാമ്പ്ര സ്കൂളിലും കൊടകര നാഷണൽ സ്കൂളിലും ഒരുമിച്ച് പഠിച്ച ആളാണ് KP ജോണി കൊളപ്പുറ. ഇദ്ദേഹം എൻ്റെ തൊട്ട് അയൽവാസിയായിരുന്നു. ഇപ്പോൾ കൊടകരയിൽ ബിസിനസ്സായി കൂടിയിരിക്കുകയാണ്. അദ്ദേഹം ഡോക്ടർ CP വേലുണ്ണി. അദ്ദേഹം കൊടകര നാഷണൽ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടുള്ള എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അങ്ങനെ 2 സഹപാഠികളുടെ നടുവിലാണ് ഞാനിരിക്കുന്നത്. സാധാരണ മനുഷ്യനാണ്, സാമ്പത്തികമായിട്ടും ബന്ധുബലമില്ലാത്ത ഞങ്ങളൊക്കെ. എന്നിട്ടും എങ്ങനെയാണ് അദ്ദേഹം ഈ ഉന്നതിയിലെത്തിയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ശക്തനായൊരു ദൈവഭക്തനാണ്, അതുകൊണ്ടാണ് ഈ നിലയിലെത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ മഹത്വത്തിന് തെളിവായിട്ടൊരു ചെറിയ കാര്യം കൂടി പറയാൻ അനുവദിക്കുക. അദ്ദേഹം മന്ത്രിയായിട്ട് ഇരിക്കുന്ന കാലം ഞാൻ ചാലക്കുടി ജോലി ചെയ്യുന്നു, സ്കൂട്ടറിൽ പോകുന്നു. ടൗണിൽ നിൽക്കുമ്പോൾ ഒരു പോലീസ് വാൻ ഹോൺ അടിച്ചു വന്ന് ഞാൻ ഒതുങ്ങി നിന്നു. അതിൻ്റെ പിന്നാലെ മന്ത്രിയുടെ വണ്ടി പതുക്കെ വന്നു. ഒരു സാധാരണ ഉദ്യോഗസ്ഥനും മന്ത്രിയായിട്ട് എത്ര അന്തരമുണ്ട്. എന്നെ പാസ് ചെയ്യുന്നതിന് മുമ്പ് പുറത്തൊരാൾ കൈയിട്ടിട്ട് ഹലോ ഡോക്ടർ എന്നെ അഭിസംബോധന ചെയ്ത് എന്നെ വിളിച്ചു പറഞ്ഞു. ഈ ജന്മം ഞാനത് മറക്കില്ല. ഞാനും മാഷും ഒരുമിച്ചാണ് പേരാമ്പ്ര സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. പോരുമ്പോഴും ഒരുമിച്ചാണ് പോരുക. അല്ല, തിരിഞ്ഞു പോകുന്ന ഒരാൾ മുമ്പ് എത്തി മറ്റൊരാൾ വൈകി എത്തിക്കഴിഞ്ഞാൽ ഒന്നുപോലെ എൻ്റെ അമ്മ അല്ലെങ്കിൽ മാഷ അമ്മ എന്താണ് നിങ്ങൾ നേരത്തെ വരാൻ കാരണം, അല്ലെങ്കിൽ മറ്റവൻ എവിടെയാണ് എന്ന് ചോദിക്കുക പതിവാണ്. ഒരുമിച്ച് പോരുമ്പോൾ ചിലപ്പോൾ തല്ലൊക്കെ കൂടി ഞങ്ങൾ ആ തല്ല് കൂടി ഞാൻ നിലനിൽക്കില്ല. ഇവിടെ വരുമ്പോഴേക്കും ഒക്കെ സമാധാനത്തിലായിരിക്കണം, സന്തോഷത്തിലായിരിക്കണം, അല്ലെങ്കിൽ കാരണന്മാരെടുത്ത് കാണാൻ പാടില്ല. അതിന് അങ്ങനെ പേരാമ്പ്ര സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ ശേഷമാണ് കൊടേരിക്ക് പോകുന്നത്. കൊടേരിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അന്ന് ക്ലോക്ക് ഈ സമയം നോക്കുന്ന പതിവൊക്കെ വളരെ ചുരുക്കമാണ്. സൂര്യൻ ഉയർന്നത് അനുസരിച്ച് നിഴലുണ്ടാവും. ആ നിഴലനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകും, ഒരുമിച്ച് പോകും. പാടത്തെ കൂടെ പോകണം. വെള്ളമുള്ള സമയത്ത് വെള്ളം ചവിട്ടി കളിക്കുകയൊക്കെ ചെയ്യും. അത് ഷർട്ടും മുണ്ടൊക്കെയാണ് അന്നത്തെ ഞങ്ങളുടെ വസ്ത്രധാരണ. അതിൽ അഴുക്കൊക്കെ വരും. മാഷെപ്പറ്റി ഓർക്കുമ്പോൾ ആ സ്കൂൾ ജീവിതമാണ് എൻ്റെ ജീവിതത്തിൽ മനസ്സിൽ കാര്യമായി പ്രതിഫലിക്കാറുള്ളത്. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇന്നലകളെക്കുറിച്ചുള്ള തീവ്രമായ ഓർമ്മകൾ വരുന്നത്. ഈ അമ്പലത്തിലെ ശംഖുനാദവും പേരാമ്പ്രപ്പള്ളിയിലെ മണിയൊച്ചയും എല്ലാം എന്നെ അടാതെ ആകർഷിച്ചിട്ടുണ്ട്. ഈ ആലിൻ്റെ വേരിൽ തൂങ്ങി ഉള്ള ആട്ടവും ഏത് സാഹചര്യത്തിൽ എത്തിയാലും ഈ 2 അമ്പലപ്പറമ്പുകളും ഈശ്വരമംഗലം ശിവക്ഷേത്ര പറമ്പും പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രപ്പറമ്പും മറക്കാൻ കഴിയില്ല. എൻ്റെ ഉയർച്ചയുടെ നിദാനം ഈ 2 ക്ഷേത്രപ്പറമ്പുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിക്കാലത്ത് ഈ അമ്പലപ്പറമ്പിലൂടെയാണ് സ്കൂളിൽ പോവുക. സ്കൂൾ സമയം കഴിഞ്ഞാൽ ഈ പറമ്പിലാണ് കുട്ടിയും കോലും കളിക്കുക, പന്ത് കളിക്കുക. അതിനിടയിൽ കുട്ടിയും പന്തും അമ്പലമുറ്റത്തും അമ്പലത്തിൻ്റെ അകത്തും പോകാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കടന്ന് കുട്ടിയെടുക്കാറുണ്ട്, പന്തും എടുക്കാറുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും അയിത്തത്തെക്കുറിച്ചോ ജാതി മത
വിഭാഗങ്ങളെക്കുറിച്ചോ യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട പുണ്യഭൂമിയാണ് ഈ പുത്തുക്കാവ് ക്ഷേത്രവും പരിസരങ്ങളും. ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള മതസൗഹാർദ്ദം മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ഇദ്ദേഹം ലോനപ്പൻ എപ്പറമ്പിൽ, ഞങ്ങൾ രണ്ടുപേരും കേരള കോൺഗ്രസിൻ്റെ തുടക്കം മുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം ഇപ്പോഴും കേരള കോൺഗ്രസ്സാണ്. ഇദ്ദേഹം യുവോ മാത്യു ഊക്കൻ, കൊടകരയാണ് താമസം. ഇദ്ദേഹം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. 1963 ഞാൻ ഈ വാർഡിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. വോട്ടെണ്ണുന്നതിന് വേണ്ടി എനിക്ക് പകരം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എൻ്റെ പ്രതിനിധിയായി അയച്ചത് ഇദ്ദേഹത്തെയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. പണ്ട് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശീമക്കൊന്നവാരം ആഘോഷിക്കുന്നതിന് വേണ്ടി കൊടകര നാഷണൽ ഹൈസ്കൂളിൽ ഞങ്ങളുടെ പേരാമ്പ്രക്കാരുടെ ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. ജീവിതം ഒരു കൊടുങ്കാറ്റാകുന്നു എന്ന നാടകം. ആ നാടകത്തിൽ നമ്മാടൻ മാഷ് ഒരു സ്ഥിരം കഥാപാത്രം മമ്മദാപ്പിള. അദ്ദേഹത്തിന് മേക്കപ്പ്, ഞാൻ നായകനാണ്, ഡോക്ടർ ജോയി മാത്യു ഉപനായകൻ. മാഷ് മേക്കപ്പുകാരന് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. മാഷ് ഈ കാക്കി ആക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അന്ന് നാടകം ആരംഭിച്ചു. ഞാൻ ഒരു സംശയാലുവായ ഭർത്താവായിരുന്നു അതിലൊരു കഥാപാത്രം. അങ്ങ് ഗർഭിണിയായ ഭാര്യയുടെ കയ്യിൽ പിടിച്ച്, എടി കുലടെ, നിൻ്റെ വയറ്റിൽ കിട്ടുന്ന കുഞ്ഞിന് തന്ത ആരടി എന്ന്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച കാലഘട്ടത്തിൽ ഭാര്യയും അമ്മയും മുൻവശിരിക്കില്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ത്രീകളൊക്കെ ഈ ഡ്രസ്സ് ഇങ്ങനെ നീളം കുറഞ്ഞ് കയ്യുകയായിരുന്നു. അപ്പോൾ ആ മാംസളമായ ശരീരത്തിൽ ഞാനിങ്ങനെ മുറുക്കി പിടിച്ചൊരു ചോദ്യം. എൻ്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രി വീട്ടിൽ വന്ന് കരഞ്ഞ് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ മേൽ നാടകത്തിൽ അഭിനയിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇതൊരു പ്രൊഫഷണൽ ഫീൽഡായതുകൊണ്ടല്ല, വെറുതെ ആ കാലഘട്ടത്തിൽ രസമായിരുന്നു നേരം പോക്ക് നാടകം. പിന്നെ അതോടെ നാടകം അവസാനിപ്പിച്ചു നിർത്തി. പിന്നെ പോയില്ല. മാസം പിന്നീട് നാടകത്തിൽ അഭിനയിക്കാൻ പോയില്ലെന്ന് പറഞ്ഞു. സിനിമയിലല്ല അഭിനയിച്ചിട്ടുള്ളൂ. ആ നടിയാരാണെന്ന് ഓർമ്മയുണ്ടോ? നടി ഒരു പിന്നീട് സിനിമയിൽ വന്ന ഒരു കാലടി രത്നാമ്മ, പെരുമ്പാവൂർ സരസ്വതി. നമ്പാടൻ മാഷ് വിജയത്തിൻ്റെ കാരണം പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഏത് പദവിയിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും ആ കാലഘട്ടത്തിലെല്ലാം തന്നെ തൻ്റെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കാണുമ്പോൾ തൻ്റെ ആ പദവി ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെ പെരുമാറിയിരുന്നോ അതുപോലെ തന്നെ പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഏതെങ്കിലും ഒരാവശ്യവുമായിട്ട് മാഷ് ഒരാൾ സമീപിച്ചാൽ ആ ആളുടെ ആവശ്യം വളരെ ജെനുവിനാണ് എന്ന് അങ്ങേർക്ക് ബോധ്യമായാൽ അങ്ങേര് സ്വന്തം ആവശ്യം പോലെ അതിൽ പല്ലും നഖവും ഉപയോഗിച്ച് ആ കാര്യത്തിന് വേണ്ടി വാദിച്ച് നടത്തി കൊടുക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്.